കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ആർ രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചെന്ന ആരോപണത്തിൽ കണ്ണൂർ എഡിഎമ്മിന്റെ അന്വേഷണം ഇന്ന് തുടങ്ങും. പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, പയ്യന്നൂർ തഹസിൽദാർ എന്നിവരോട് വിശദീകരണം തേടും. ഫ്രീസർ ഇല്ലാത്ത ആംബുലൻസിൽ മൃതദേഹം പരിയാരത്തു നിന്നും ചാവക്കാട് വരെ കൊണ്ടുപോയതാണ് വലിയ വിവാദമായത്. കണ്ണൂർ കളക്ടർ പി വിഷ്ണുരാജിനോട് റവന്യൂ മന്ത്രി റിപ്പോർട്ട് തേടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അന്വേഷണത്തിന് എഡിഎം PN പുരുഷോത്തമനെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയത്. സംഭവത്തെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വഴിയരികിൽ വെച്ച മൃതദേഹം മറ്റൊരു ആംബുലൻസിലേക്ക് മാറ്റുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. ഗുരുതര അനാസ്ഥയെക്കുറിച്ച് ആംബുലൻസ് ഡ്രൈവർമാരായ മുഹമ്മദ് നിയാസും മുഹമ്മദ് തൻവീറും വെളിപ്പെടുത്തുന്ന വീഡിയോയും പുറത്തുവന്നിട്ടുണ്ട്. തിരുവനന്തപുരം മുതലപ്പുഴയിലും കൊല്ലം നീണ്ടകരയിലും കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കും. നീണ്ടകരയിൽ കാണാതായ ഗൗതം കൃഷ്ണയുടെ അമ്മ രേഷ്മ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചതിന് പിന്നാലെയാണ് നീണ്ടകരയിലെ തിരച്ചിൽ ഊർജിതമാക്കാൻ അധികൃതർ ഒരുങ്ങുന്നത്. മുങ്ങൽ വിദഗ്ധർ ഇന്ന് കടലിലിറങ്ങി പരിശോധന നടത്തും. ജില്ലാ കളക്ടറും ഫിഷറീസ് വകുപ്പ് മന്ത്രിയും സ്ഥലത്തെത്തി ചർച്ച നടത്തണമെന്നും നേവിയുടെ നേതൃത്വത്തിൽ കൂടുതൽ സ്കൂബ ഡൈവേഴ്സിനെ ഉൾപ്പെടുത്തി തിരച്ചിൽ ഊർജിതമാക്കണം എന്നതുമായിരുന്നു അമ്മ രേഷ്മയുടെ ആവശ്യം. ഗൗതമിനെ കടലിൽ കാണാതായിട്ട് ഇന്നത്തേക്ക് 8 ദിവസം തികയുകയാണ്. വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഇതുവരെ 2 പേർ മരണപ്പെട്ടു. വള്ളത്തിലുണ്ടായിരുന്ന ബാക്കി 11 പേരെ രക്ഷപ്പെടുത്തിയിരുന്നു.